കൺസ്ട്രക്ഷൻ മേഖലകളിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്. ഒരുപാട് തവണ കേൾക്കുന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക പേർക്കും അതെന്താണെന്ന് അറിയില്ല. ഇന്ന് നമുക്ക് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്താണെന്ന് പരിചയപ്പെടാം. നിർമ്മാണം പൂർത്തിയായ ശേഷം ബിൽഡിംഗ് പൊളിച്ചു മാറ്റേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? ഒത്തിരി പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും കൃത്യമായിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെയുള്ള കൺസ്ട്രക്ഷൻസ് നടക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് സാധാരണയാണ്. ഇവിടെയാണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിന്റെ ഒക്കെ സുപ്രധാനമായിട്ടുള്ള പങ്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ബിൽഡിങ്ങിന് ചുറ്റും ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തെയാണ് സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. ഒരു ബിൽഡിംഗ് മറ്റൊരു ബിൽഡിങ്ങിന്റെ വെന്റിലേഷൻ, ഗ്രീനറി, സൺലൈറ്റ്, വെഹിക്കുലർ ആക്സസ് എന്നിവയെ ബ്രേക്ക് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിന്റെ ആവശ്യകത. സാധാരണഗതിയിൽ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് റോഡിൽ നിന്ന് മുൻവശത്ത് 3 മീറ്ററും ബാക്ക് വശത്ത് 1.5 മീറ്ററും 2 വശങ്ങളിൽ ഓരോ മീറ്ററുമാണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് വേണ്ടത്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ്, ഒക്യുപ്പൻസി ഏരിയ എന്നിവ അനുസരിച്ച് ഇതിൽ മാറ്റം സംഭവിക്കാവുന്നതാണ്.